തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മുൻകാല സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും 18കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. വെടിവച്ചാങ്കോവിൽ സ്വദേശികളായ അജിത്ത്, കാർത്തിക്, ആരോമൽ, പ്രിയദർശൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പിടിയിലായ 4 പ്രതികളും 18നും 20നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഒരു വർഷം മുൻപ് ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ തർക്കമാണ് ശിവസൂര്യ എന്ന 18കാരന്റെ ജീവനെടുക്കാനുള്ള കാരണം. അരുൺ മോഹൻ ചേരുന്നു നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങളുമായി. അരുൺ, ഒരു വർഷം മുൻപുണ്ടായ തർക്കം, അത് ഒരു ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ തർക്കം, അത്രയും നാൾ മനസ്സിൽ പകവെച്ച് നടക്കുന്നു, പിന്നീട് ചെറിയ വാക്കുതർക്കമുണ്ടാകുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവർ 5 പേരും സുഹൃത്തുക്കളാണെന്നാണ്. ഒന്നിച്ച് ഒരു ബൈക്കിൽ വരുന്നു, അതിലൊരാളെ കൊലപ്പെടുത്തുന്നു. ഇപ്പോൾ 4 പ്രതികളും പിടിയിലായിട്ടുണ്ട്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവർ. അത് തന്നെയാണ് സാഹചര്യം. ഈ പറയുന്നവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നുള്ളത് പോലീസ് വ്യക്തമായിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഇത്തരം ഒരു ദാരുണമായ ഒരു സംഭവം അരങ്ങേറുന്നത്. സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിനും കയ്യാങ്കളിയിലുമാണ്, മുൻകാല സുഹൃത്തുക്കൾ തമ്മിലുള്ള വാക്കേറ്റത്തിനും കയ്യാങ്കളിയിലുമാണ് 18കാരനായ ശിവസൂര്യ എന്ന വെടിവെച്ചാങ്കോൽക്കാരൻ കൊല്ലപ്പെടുന്നത്. ഈ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ സമീപത്തെ ഒരു ടർഫിലെ അംഗങ്ങളായിരുന്നു ഈ പറയുന്ന ശിവസൂര്യയും. ഒപ്പം പ്രതികളായി ഇപ്പോൾ പിടികൂടിയ വെടിവെച്ചാങ്കൽ സ്വദേശിയായ അജിത്ത്, കാർത്തിക്, ആരോമൽ, പ്രിയദർശൻ എന്നിവർ സമീപത്തെ ഒരു ടർഫിലെ അംഗങ്ങളുമായിരുന്നു. എന്നാൽ ഒരു വർഷം മുമ്പ് ഈ ഫുട്ബോൾ കളിക്കുന്നതിനുണ്ടായ ചില തർക്കങ്ങളും ഇവരുടെ പിണക്കത്തിലേക്ക് എത്തിയിരുന്നു. അതൊരു നീണ്ട വൈരത്തിന് കാരണമായി. ഇതിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10 മണിയോടുകൂടി വെടിവെച്ചാങ്കോൽ സമീപത്ത് വെച്ച് ഇവർ കണ്ടുമുട്ടുന്ന സമയത്തായിരുന്നു ഇവർ കയ്യാങ്കളിയുടെ വക്കിലേക്ക് എത്തുന്നു. കയ്യാങ്കളിയുടെ വക്കിലെത്തുന്ന സമയത്ത് ഈ പറയുന്ന ശിവസൂര്യയെ പിടിച്ചു തള്ളുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കടയുടെ ചില്ല് തകർത്ത് വീഴുകയായിരുന്നു. ആ സമയത്തുണ്ടായ മുറിവായിരുന്നു മരണകാരണം. ഈ പറയുന്നവർ തന്നെയാണ് ഇവരെ ബൈക്കിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. അന്ന് തന്നെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ പറയുന്ന പ്രിയദർശൻ ഒഴികെ 3 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് പ്രിയദർശനെ ഇവിടെ കസ്റ്റഡിയിലെടുത്ത് അങ്ങനെ 4 പേര് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് മറ്റ് കാരണങ്ങൾ എന്നൊക്കെ പോലീസിന് വ്യക്തമായി പറയാനുണ്ട്. എന്തായാലും ഇവരെ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ് അരുൺ, അതോടൊപ്പം എന്തായാലും 4 പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. ഇത് ആ ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ ഒരു വർഷം മുൻപുണ്ടായ പ്രശ്നത്തിനപ്പുറം മറ്റെന്തെങ്കിലും വിരോധം ഇവർ തമ്മിലുണ്ടായിരുന്നു? മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത്, ഇതൊരു കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ ശിവസൂര്യയെ ഇവർ കൂട്ടിക്കൊണ്ട് വന്നതാണോ, അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനം, ഒരു വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചതായിരുന്നോ? നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലുണ്ടായ സംഭവം തന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കരുതിക്കുറ്റൊരു കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷെ അത് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ മുൻവൈരാഗ്യത്തിന് കാരണം, അത് ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്നുണ്ട് സാഹചര്യമൊക്കെ പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായി പോലീസ് അതിപ്പോൾ പറയുന്നില്ല. ഇങ്ങനെ സംഭവിച്ചു, ആക്രമണത്തിനിടയിൽ കയ്യാങ്കളിക്കിടയിലുണ്ടായ ആക്രമണമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇന്ന് കോടതി കഴിഞ്ഞ ശേഷം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സുഹൃത്തിനെയാണ് 4 പേർ സംഘം ക്രൂരമായി ആക്രമിച്ചതിൻ്റെ കാരണം ഒരു വർഷം മുൻപ് ഒരു ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ ചെറിയ വ്യക്തിവിരോധമാണ്. ആ വ്യക്തിവിരോധം, ആ മനസ്സിലെ പക, അത് ഒരു വർഷത്തോളം ഈ കൂട്ടുകാർ മനസ്സിലിട്ട് നടക്കുന്നു. പിന്നീട് തക്കം കിട്ടിയപ്പോൾ ആ യുവാവിനെ കൊലപ്പെടുത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.